ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുക്കട്ടെ. ദൈവനാമത്താൽ അനുഗ്രഹിക്കപ്പെട്ട സമയം നമുക്ക് പകർന്നു നൽകിയതിനെ ഓർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് തലകളെ വണക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തുടർ പരമ്പരയിൽ നമ്മൾ 13 എപ്പിസോഡ് കഴിഞ്ഞു. 14ത്തെ എപ്പിസോഡ് ഒരു 3 മാസങ്ങൾക്ക്, എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ 3 മാസങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ടിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കത് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു സത്യവുമാണത്. ഏതായാലും നമുക്ക് വീണ്ടും ദൈവത്തിനായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയുകയാണ്. ഓക്കെ, നമുക്ക് ഒക്കെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളുണ്ടാവും അല്ലേ? ഒരുപാട് പേർക്ക് ഓരോ രീതിയിലുള്ള കഷ്ടപ്പാടുകളാണ്. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിൽ ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളായിരിക്കും, മറ്റു ചിലർക്ക് കുടുംബപരമായ പ്രശ്നങ്ങളായിരിക്കും, മറ്റു ചിലർക്ക് ഭവനം പണിയുന്ന വീട് പണിയുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, മറ്റു ചിലർക്ക് സാമൂഹികമായിട്ട് പ്രശ്നങ്ങളായിരിക്കും, മറ്റു ചിലർക്ക് സഭകളിൽ ഉള്ള വിഷയങ്ങളായിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലം തന്നെയാണ് ഇന്നുള്ളത്. എന്നും മനുഷ്യൻ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഒഴിഞ്ഞുള്ളൊരു സമയം മനുഷ്യരെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കും അല്ലേ? അതേ പ്രിയമുള്ളവരെ, നമുക്ക് വേറെ മാർഗ്ഗമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. ദൈവവചനത്തിൽ ആശ്രയം വെക്കുക എന്ന് തന്നെ നമുക്ക് മാർഗമുള്ളൂ അല്ലേ? അതിനാൽ തന്നെ നമുക്കും ആ ദൈവവചനത്തിൽ തന്നെ ആശ്രയം വെക്കാം. നമുക്ക് ദൈവവചനത്തിൽ തന്നെ ആശ്രയം വെക്കാം. ഞാനത് അങ്ങനെ തന്നെ പറയാൻ കാരണം, വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് അല്ലേ? അതിൽ ഒരു വാക്ക് പോലും വള്ളി പുള്ളി പോലും തെറ്റാറില്ല. വചനത്തിൽ പറയുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വാക്കുകൾ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഉവ്വ് അല്ല, ഇത് 2 വാക്കല്ലാണ്ട് ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു മാറ്റവും സംഭവിക്കില്ല അല്ലേ? അപ്പോൾ ദൈവവചനത്തിന് അതിൻ്റേതായ ശക്തിയും തെളിമയും നൈർമല്യവും വിശുദ്ധിയും വിശ്വാസ്യതയും ഉണ്ട്. നമ്മളത് അപ്പോൾ ദൈവവചനത്തിൽ അത്രയും വിശ്വാസ്യതയുള്ള ആ ദൈവവചനത്തിൽ ആശ്രയം വെക്കാൻ നമ്മൾ പഠിക്കണം. എൻ്റേത് കുറേയേറെ വിഷയങ്ങളുണ്ടായ സമയത്ത്, ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ ഞാൻ കുറേയേറെ പ്രയാസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടിയപ്പോഴൊക്കെ ഞാൻ വചനത്തിൽ ആശ്രയിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഞാൻ ഓരോരോ ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു വചനഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 142-ാമത്തെ സങ്കീർത്തനം. 142-ാമത്തെ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഹെഡിങ്, ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ് പീഡനത്തിൽ നിന്നും വിടുതലിനായുള്ള പ്രാർത്ഥന എന്നാണ്. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ബൈബിളിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഹെഡിങ് ഇതാണ്: പീഡനത്തിൽ നിന്നും വിടുതലിനായിട്ടുള്ള പ്രാർത്ഥന. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ദാവീദിൻ്റെ ഒരു ധ്യാനമായിട്ടാണ് പറയുന്നത്. അവൻ ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന എന്നാണ്. അതായത് നമുക്കറിയാം, ദാവീദ് ശൗൽ രാജാവിനെ പേടിച്ച് നാട് നീളം ഓടി നടന്നപ്പോൾ തീർച്ചയായിട്ടും ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ അതിൽ പ്രയാസമുണ്ടായ ശൗല് ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ പോയി ഒരു ഗുഹയ്ക്കകത്ത് നിൽക്കുന്ന സമയത്ത്, ചുറ്റും ശത്രുക്കൾ വളർന്നിരിക്കുന്നു, അവനൊരു ഗുഹയ്ക്കകത്താണ്. ആ സമയത്ത് അവൻ കഴിച്ചൊരു പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ ഉൾപ്പെടാറില്ലേ? അപ്പോൾ ജീവിതത്തിൽ ഈ ദാവീദിന് അനുഭവിച്ചതുപോലെയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ആകെ പെട്ടൊരവസ്ഥ അല്ലേ? ആരും സഹായിക്കാനില്ല, അങ്ങനെ ഒരവസ്ഥ. അവിടെ ആണല്ലോ ഇവിടെ 152 സങ്കീർത്തനത്തിൽ തന്നെയാണ് പറയുന്നത്: ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദാവീദ് പറയണത് ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നിലവിളിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമുക്കുള്ളത്. ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു, അവൻ്റെ സന്നിധിയിൽ എൻ്റെ സങ്കടം പകരുന്നു. കണ്ടോ, ദാവീദ് പറയണേ, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു, അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ പകരുവാൻ നമുക്ക് ഉള്ള ഒരു അത്താണി. ഞാൻ പലപ്പോഴും എന്താ സംഭവം എന്നറിയോ? നമ്മളൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളോട് ആരെങ്കിലുമൊക്കെ പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി കർത്താവിനോട് പറയാമെന്ന് പറയും അല്ലേ? ശരി, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കും. കർത്താവ് പറയും, നിങ്ങൾ സർവ്വഭാരവും നിങ്ങൾ ഇനി എൻ്റെ മുമ്പിലേക്ക് വെച്ചോ ഇല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളെന്ത് ചെയ്യുക? പോയിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം പറയും, നമ്മുടെ വിഷമങ്ങളെല്ലാം പറയും. ഓക്കെ, കഴിഞ്ഞല്ലോ. നമ്മളൊരു കാര്യം ചെയ്യട്ടെ, ഈ വിഷമങ്ങൾ നമ്മുടെ തലയിലുള്ള ചുമട് എടുത്ത് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലയിൽ ചുമടുണ്ടോ?
ഇല്ല, പാടില്ല അല്ലേ? പക്ഷേ എന്താ ചെയ്യുക, സംഭവിക്കുക? അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും അതിലൂടെ മനസ്സിലേക്ക് കയറ്റി വെച്ചിട്ട് പോകും. പിന്നെ ചെയ്യും, എന്താ ചെയ്യുക എന്നുള്ള ചിന്ത തന്നെയായിരിക്കും നമുക്കുണ്ടാകുക അല്ലേ? പക്ഷേ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അവൻ്റെ സന്നിധി ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എൻ്റെ കഷ്ടത ഇത് സംഭവം നമുക്കൊക്കെ നമ്മുടെ കഷ്ടതകളെല്ലാം ബോധിപ്പിക്കാനുള്ളൊരു അത്താണി തന്നെയാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഏതൊരു സങ്കടവും കേൾക്കുവാൻ തക്കവണ്ണം മതിയായവനാണ് നമ്മുടെ കർത്താവ്. സർവ്വ പാപങ്ങളെ ഏറ്റവൻ അല്ലേ? ആ കർത്താവ് നമ്മുടെ സർവ്വ സങ്കടങ്ങളും കേൾക്കാൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. അത്രേ അവിടെ ദാവീദ്, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. അത് വലിയൊരു തിരിച്ചറിവാട്ടോ, നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവാണ്. ഞാൻ ചോദിച്ചേ, നമ്മളിനി എന്ത് ചെയ്തിട്ടും എത്ര സങ്കടപ്പെട്ടിട്ടും നമ്മുടെ ആയുസിൻ്റെ ഒരു ഇഞ്ച് നീളം നീട്ടാനോ കുറയ്ക്കാനോ നമ്മളെ കൊണ്ടാവുമോ? ഇല്ല അല്ലേ? അപ്പോൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാം, നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയി പൊരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. ഉണ്ടോ? ഇത് തുടർന്ന് ദാവീദ് പറയാണ്, ഞാൻ നടക്കുന്ന പാതയിൽ അവരെനിക്കൊരു കെണി ഒളിച്ചു വെച്ചിട്ടുണ്ട്. വലത്തോട്ട് നോക്കി കാണണമേ. കർത്താവിനോട് പറയാം, അവരെനിക്ക് വേണ്ടിയിട്ട് പിന്നെ കെണികൾ വെച്ചിട്ടുണ്ട്. കാരണം ദാവീദിനെ പിടിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണല്ലോ ശൗലിൻ്റെ ലക്ഷ്യം. അവരെനിക്ക് വേണ്ടിയിട്ട് കെണി ഒളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല കർത്താവേ. പ്രിയമുള്ളവർ, ആ ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടായിട്ടില്ലേ? നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ നമ്മുടെ ചുറ്റുവട്ടത്തൊരാളില്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പ്രിയമുള്ളവർ, ദാവീദ് പറയാ, എന്നെ അറിയുന്നവരാരുമില്ലല്ലോ. അതേ പ്രിയരെ, എന്നെ അറിയുന്നവരാരുമില്ല എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. തുറന്നു പറയാം, ശരണം എനിക്ക് പോയി പെരുക്കുന്നത്, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. അത് നമുക്ക് വേണ്ടിയിട്ട് കരുതുന്നവരാരുമില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ ദാവീദ് തുറന്നു പറയാം, യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ നിന്നോട് നിലവിളിച്ചു. തുടർന്ന് പറയാണ്, നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. മനസ്സിലായി? അവനാണെങ്കിൽ 5ാമത്തെ വാക്യത്തിൽ പറയാണ്, നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായി? അതാ ഞാൻ ചോദിക്കട്ടെ, നമുക്കൊന്നുമില്ല, ചുറ്റുവട്ടത്തൊക്കെ ശത്രുക്കൾ, ഓക്കെ. അപ്പോൾ പറയാണ്, നീ എൻ്റെ സങ്കേതമായി കഴിഞ്ഞാൽ, നീ എൻ്റെ ഓഹരിയായി കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്താ പേടിക്കാനുള്ളത് അല്ലേ? നമുക്കെല്ലാത്തിലും വലുത് ആ ഓഹരിയാണ് എന്ന് ദാവീദ് പറയുകയാണ്. എന്നിട്ട് തുറന്നു പറയാണ്, എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിലും ബലവാന്മാരാകിയാൽ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. മനസ്സിലാക്കി? എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇവിടെ എന്താ ചെയ്യേണ്ടത്? പലപ്പോഴും നമുക്ക് കൊണ്ടാകുന്നൊരു കുഴപ്പം എന്താ? പല വിഷയങ്ങളും ഉണ്ട് അല്ലേ? അതൊക്കെ എനിക്ക് കഴിവുണ്ട്, ഞാനതുകൊണ്ട് തീർത്തോളും എന്നുള്ള രീതിയിലേക്ക് ഇരിക്കും അല്ലേ? പക്ഷേ അതല്ല, നമ്മൾ എളിമപ്പെടണം. ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അല്ലേ? ദാവീദ് മനസ്സിലാക്കുക, അത്രയും കരുത്തനായ ഒരാളാണ്. അദ്ദേഹം ഗോലിയത്തിനെ കൊന്നവനാണ് അല്ലേ? ഭാവി രാജാവാണ്. അദ്ദേഹം പറയണം, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നവർ എന്നിൽ ബലവാന്മാരാകയാൽ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണേ. കാരണം നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാവുന്നൊരു വിഷയമാണ്. നമ്മുടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മളെയൊക്കെ ഒരുപാട് വലുതായതുകൊണ്ടാണല്ലോ നമുക്കത് പ്രശ്നമായി മാറുന്നത് അല്ലേ? നമുക്കത് പരിഹരിക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ടാണ് നമുക്കത് പ്രശ്നമായിട്ട് മാറുന്നത് അല്ലേ? അതില്ലെങ്കിൽ അങ്ങനെ പ്രശ്നമാവുമോ? അപ്പം മനസ്സിലാക്കുക, നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ നമ്മളെക്കാളും ബലവാന്മാരായതുകൊണ്ട് അല്ലെങ്കിൽ ബലപ്പെട്ടതായതുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ നമ്മളെ നേരിടുന്നത്. അവയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും മനസ്സിലാക്കുക, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും നമ്മളെ വിടുവിക്കണമെന്ന് നമുക്ക്
ദാവീദ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറയാം അല്ലേ? തീർച്ചയായിട്ടും. അവിടുന്ന് പറയാണ്, എന്നിട്ട് പിന്നെ ദാവീദ് പറയാണ്, നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കാൻ നീതിമാന്മാരെ എൻ്റെ ചുറ്റും വന്നുകൂടും. അതാണ് അവസാന വാക്യം. 142 സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം ഏതാണ്? നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കാൻ നീതിമാന്മാരെ എൻ്റെ ചുറ്റും വന്നുകൂടും. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ യാചിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും. അപ്പോൾ ദൈവമാണ് അത് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടന്നു എന്ന് ചുറ്റുമുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നീതിമാന്മാർ, കാരണം നീതിമാന്മാർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയുള്ളൂ അല്ലേ, അവർ എൻ്റെ ചുറ്റും വന്നുകൂടുന്നത്. എന്തൊരു സന്തോഷമുള്ള പ്രാർത്ഥന അല്ലേ, എന്തൊരു മനോഹരമായ പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഈ സങ്കീർത്തനം അനുഗ്രഹം ചൊരിയുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നില്ലേ, അതിൽ അതിജീവിക്കാൻ കഴിയുന്നില്ലേ, തീർച്ചയായിട്ടും സങ്കീർത്തനം വെച്ച് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ, ആരുമില്ല സഹായിക്കാൻ, ആകെ പ്രയാസത്തിലാണ്, മാതാപിതാക്കളില്ല, വിവാഹിതയല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ പറഞ്ഞു, സഹോദരി, ഞാൻ പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നിങ്ങൾ 142 സങ്കീർത്തനം ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. പ്രിയമുള്ളവരെ, അടുത്ത ദിവസം ആ സഹോദരി ഞാൻ സംസാരിക്കാനിടയായി. അപ്പോൾ സഹോദരിയോട് പറഞ്ഞു, ബ്രദറെ, ദൈവം തരുന്ന സമാധാനത്തിനേക്കാൾ വലുതൊന്നും വേറെ ഒന്നിനും ഇല്ല എന്ന് പറയുന്നത്. ദൈവം തരുന്ന സമാധാനത്തോളം വലുപ്പം വേറെ ഒന്നിനുമില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ വിഷയങ്ങളുടെ മേൽ നീക്കുപോക്ക് ഉണ്ടാക്കുന്നുണ്ട്, അത് ഞാൻ അറിയുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ആ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും വിളിക്കുക. ഞാൻ ഇതിനകത്ത് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കെന്നെ വിളിക്കാം, സംസാരിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഈ വചനം കേട്ട എല്ലാവരിലും അങ്ങയുടെ പ്രവൃത്തി നടക്കുമാറാകട്ടെ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട യേശുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.